അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഉണ്ട്, ആ പാട്ടുണ്ട്. ആ, അത് ഞാൻ ഇവിടെ ഒരു ദിവസം പാടിയത്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ ആ പാട്ട്. അത് ഞാൻ ഒഡീഷന് പാടിയത്. ദേവാംഗങ്ങളുടെ ഓഡീഷനും പാടിയിട്ടുണ്ട് ആ, രണ്ടും പാടിയിട്ടുണ്ട്. ആ, ആ. അപ്പൊ ആ പാട്ട് ജോൺസൺ പറഞ്ഞു. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. ഇത് ആ പാട്ട്. ആ, ഇത് മൂന്നും ഒരു എടുപ്പല്ലേ ജോൺസേട്ടാ? കുറച്ച് പേടിച്ചാണ് ചോദിക്കുന്നത്. അനുരാഗിണി ബിഫോർ ബീറ്റ് തുടങ്ങുന്നു. ആ, അതെ അതെ. ദേവാങ്കണം പാതിമേ മറഞ്ഞ്. അതുപോലെ തബലയുടെ നടകളൊക്കെ സിമിലർ ആണ്. അപ്പോ ജോൺസൺ പറഞ്ഞു, എടാ അത് ബാലനാണ് വായിച്ചത്, തബല വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ നടകളും സെയിം ആണ്. കളാ നീ കണ്ടുപിടിച്ചല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ജോൺസൺ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു പാട്ട് ആദ്യം ചെയ്ത് അത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഉള്ള സിനിമകളിൽ ഒരു സിമിലർ സോങ് സിറ്റുവേഷൻ വരുമ്പോൾ ആ പാട്ട് പോലെ വേണമെന്ന് ഡയറക്ടർ പറയും. ആ, അപ്പൊ എല്ലാത്തിന്റെയും മൂല കാരണം അനുരാഗിണിയാണ്. അപ്പോ പത്മനാഭൻ സാർ വരുമ്പോഴും നമുക്ക് അനുരാഗിണി പോലത്തെ പാട്ട് ചെയ്യാം, പക്ഷെ കുറച്ച് ക്ലാസിക്കൽ എലിമെന്റ്സും ചേർക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ദേവാങ്കണങ്ങൾ ഉണ്ടായത്. അതുപോലെ ഇതിന്റെ സിറ്റുവേഷനും ഏത് പാട്ട് വേണം, രാത്രി ഈ കവിത പോലെ പാട്ട് എഴുതുന്നു, ശ്രീനിവാസൻ സാറാണ് എഴുതുന്നത്, സാറിനെ ഓർക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അതിന് ഏത് പാട്ട്? അപ്പോൾ ഡയറക്ടർ പറയുന്നു നമുക്ക് അനുരാഗിണി പോലത്തെ ഒരു പാട്ട്. അങ്ങനെയാണ് പാതിമൈ വരുന്നത്. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഒരു ജനസിൽ പെട്ട് വന്നത്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ വാർത്തെടുത്തിരിക്കുന്നത് അദ്ദേഹം എടുത്തിരിക്കുന്നതിന് കാരണം ഇതാണ്. അപ്പോൾ പിൽക്കാലത്ത് ഞാനും ചില ഹിറ്റ് പാട്ടുകൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നത്തെ സിനിമകളിൽ വരുമ്പോഴത്തേക്കും ഡയറക്ടേഴ്സ് പറയാറുണ്ട് ആ പാട്ട് പോലെ ആണെങ്കിൽ കൊള്ളാമെന്ന്. അത് എല്ലാ സംഗീത സംവിധായകരും അത്തരം വഴികളിലൂടെ, സിനിമയിലുള്ള സംഗീത സംവിധായകരും അത്തരം വഴികളിലൂടെ പോകുന്നതാണ്. അപ്പൊ ഈ മൂന്ന് പാട്ടും എപ്പോഴും എനിക്ക് ഒന്നായിട്ട് ഉള്ള ഫീലിംഗ് ആണ്. പക്ഷെ ഈ ഒന്നാണെങ്കിലും അത് മൂന്നാണ്. മാത്രമല്ല ഈ മൂന്ന് പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. അതാണ് ജോൺസേട്ടന്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞത്.